നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് നോക്കേണ്ട റീഡിങ്സ് നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ, അതായത് അങ്ങനെ ഒരു എനർജി ഉണ്ടോ, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഒരു റീയൂണിയൻ്റെ പ്രസൻസ് ഉണ്ടാകുമോ എന്നും നോക്കണം. പ്ലസ് അവരത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യം അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് നിങ്ങളുടെ റിലേഷനിൽ ഒരു റീയൂണിയൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിച്ചു എന്നുള്ളത്, താങ്ക് യു യൂണിവേഴ്സ്, ഞാനും ആ ഒരു പേഴ്സണും തമ്മിൽ റീയൂണിയൻ സാധിച്ചതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം കണക്റ്റ് ചെയ്ത് അഫർമേഷൻ രൂപത്തിൽ തന്നെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്താൽ 100% നിങ്ങളിലേക്ക് വലിയൊരു മാറ്റം, വലിയൊരു മാജിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 1-2 ദിവസമല്ല, നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയാൽ മാത്രമാണ് മാറ്റങ്ങൾ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 2026 നമ്മുടെ വർഷമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക, ബുക്കിൽ എഴുതുക. അത് കണ്ടിന്യൂ ആയിട്ട് എഴുതാൻ പറ്റുന്നവർ എല്ലാ ദിവസവും എഴുതുക. അതല്ലെങ്കിൽ ആ ആഗ്രഹത്തെ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ച് അത് നമ്മളിലേക്ക് വന്നു എന്നൊരു വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക. റീഡിങ്സിൻ്റെ ലാസ്റ്റ് റൈറ്റ് ഹീലിങ്ങിനെ കുറിച്ചും അഫർമേഷൻസിനെ കുറിച്ചും ഒരു നല്ല വിശദീകരണം നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം സാധിച്ചില്ല, റീഡിങ്സ് കൂടുതലായിപ്പോയി. ഈ പ്രാവശ്യം നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അത് ആവശ്യമുള്ളവർ അഫർമേഷൻസ് എഴുതാനും റൈറ്റ് ഹീലിംഗ് ചെയ്യേണ്ടതൊക്കെ അറിയേണ്ടവർ റീഡിങ്സിൻ്റെ അവസാനം കാണണം. പിന്നെ എന്തെങ്കിലും റെമഡീസ്, റീയൂണിയൻ്റെ റെമഡീസും ഞാൻ പറയും കേട്ടോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നമുക്കിവിടെ റീയൂണിയൻ എനർജീനെ പ്രസൻസ് ചെയ്ത് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തോളുക. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, മനസ്സ് സോളിനെ കണക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അതും മനസ്സിലാക്കുക. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതും മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണ്, നിങ്ങളുടെ ശത്രു ആരാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ടാറോ റീഡിങ്സിലൂടെ അറിയാൻ പറ്റും. പക്ഷെ അതിൻ്റേതായ രീതിയിലായിരിക്കണം നിങ്ങൾ ആ കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. പോസിറ്റീവ് മനസ്സോട് കൂടിയ നമ്മളൊരു വ്യക്തിയെ സമീപിക്കാവുള്ളൂ, നിങ്ങൾക്ക് റീഡിങ്സ് ലഭിക്കണമെങ്കിൽ. നല്ല പോലെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജിക്കുള്ള യോഗമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വിധിയുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മീറ്റപ്പ് എനർജി ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യോഗമുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെ ബേസ് ചെയ്ത് പ്രതിസന്ധി ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ചല്ല പ്രശ്നമുള്ളത്, നിങ്ങളിലാണ് പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന ഭാഗം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മാര്യേജ് ചെയ്ത വ്യക്തിയും അവർ മറ്റൊരു ലൈഫ് സിറ്റുവേഷൻസിലൂടെ പോകുന്ന വ്യക്തിയുമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിലാണ് തടസ്സം കാണുന്നത്. അതൊന്നിലധികം പ്രോബ്ലംസുകളെ ബേസ് ചെയ്തുള്ള ഒരു തടസ്സമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സമയത്തിൻ്റെതുമാവാം, മോശം സമയത്തിലൂടെ നിങ്ങളായിരിക്കാം കടന്നു പോകുന്നത്. അതും ഇവിടെ നമുക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. വിധിയുടെ ഒരു ബ്ലോക്കേജ് നിങ്ങളിലാണ് കേട്ടോ. ക്രൗൺ ചക്ര നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിലാണ്, നിങ്ങളിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ എന്നുള്ള ആ ഒരു കാത്തിരിപ്പ്, നിങ്ങളവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു കാത്തിരിപ്പിന് 100% നിങ്ങൾക്ക് സക്സസ് എനർജിയാണ്, നല്ലൊരു റിസൾട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങളിലുള്ള പ്രശ്നങ്ങളെ, നിങ്ങളിലുള്ള തടസ്സങ്ങളെ, അത് നിങ്ങളുടെ ചിന്തകളാകാം, നിങ്ങളിൽ നിന്ന് പോയ വാക്കുകളാകാം, നിങ്ങളെടുത്ത ആക്ഷനിൽ പറ്റിയ മിസ്റ്റേക്ക് ആവാം, നിങ്ങളുടെ സമയത്തിൻ്റെയോ സാഹചര്യത്തിൻ്റേതോ ആവാം. എന്താണെങ്കിലും നിങ്ങളിലാണ് ആ ഒരു പ്രോബ്ലംസ് നിൽക്കുന്നത്. ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷനും അഫർമേഷൻസുകളും എല്ലാം ചെയ്യേണ്ടത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു പ്രോബ്ലംസുമില്ല. നിങ്ങളിൽ നിന്ന് ചെന്നിട്ടുള്ള നെഗറ്റിവിറ്റികൾ നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളുടെ റിലേഷനിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ബന്ധത്തിൽ എഫോർട്ട് എടുത്തതും എഫോർട്ട് എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രതിസന്ധികളെ നിങ്ങൾ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ടേക്ക് പോകുക. ഒരു ടാസ്ക്കാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല
നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഡബിൾ എനർജി പ്രസൻസ് ആണ്, ബ്ലോക്കേജ് ആണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്നതിനെല്ലാം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അൺഹെൽത്തി എനർജിയിലാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിൽക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷനിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അൺഹെൽത്തി എനർജിയാണ്. നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുക, ഒറ്റപ്പെടുത്തുക, മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ എനർജി വൈബ് കറക്റ്റ് ആവാതെ പോകുക. ഒരു പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന പലതും മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നുക. അതായത് ഒരു തെറ്റിദ്ധരിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെടാവുന്ന ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഒരു പീഡനം അനുഭവിക്കേണ്ടി വരുന്ന, അതായത് ഒരു ഇരയാക്കപ്പെടുക എന്നുള്ളൊരു എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടേത്. വിക്റ്റിമാവുകയാണ്, എവിടെയും നിങ്ങൾ ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് പവർ ലോസിങ് സമയമാണ് കേട്ടോ. ആരുടെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പവർ ലോസിങ് വരുന്നുണ്ട്. അതെല്ലാം ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയാണ് കേട്ടോ. പുറമേ ഉള്ള ചില നെഗറ്റീവ് വ്യക്തികൾ, ഒരു പക്ഷേ നിങ്ങളോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടാവാം, ശത്രുത ഉണ്ടാവാം, അതിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണേലും സ്നേഹം ഏറ്റവും പവർഫുള്ളായിട്ട് പോകേണ്ട ബന്ധത്തിൽ ഇപ്പോൾ ഒരു തെറ്റിദ്ധരിക്കപ്പെടുക, വിരക്തി, വെറുപ്പ് ഫീൽ ചെയ്യുന്നൊരവസ്ഥയാണ്. അതായത് ഒരു ബന്ധനം പോലെയാണ്. അതായത് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കുടുങ്ങി കിടപ്പുണ്ട്, നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആണ്, പക്ഷെ അവർക്ക് ഒരു ആത്മസംതൃപ്തി ഫീൽ ചെയ്യുന്നില്ല മക്കളെ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആകുന്ന എനർജി നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷനെ. അതായത് മനസ്സിൽ ചിന്തിക്കുന്നത് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ശത്രുതാഭാവത്തിലേക്ക് അല്ലെങ്കിൽ വെറുപ്പിൻ്റെ ഭാവത്തിലേക്ക്, അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ രീതിയിലാണ് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളിൽ പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ കാണുമ്പം നമ്മളോട് തന്നെ ഒരു ശത്രുതയില്ലാത്തവർക്ക് പോലും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരിഹാരം ചെയ്തേ പറ്റൂ. അതിനകത്ത് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക, പിന്നെ അഫർമേഷൻസ് എഴുതുക, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ശക്തമാകുന്ന മെഡിറ്റേഷൻസ് ഒരു 5 മിനിറ്റെങ്കിലും നല്ലൊരു മ്യൂസിക്കൊക്കെ ഇട്ട് സമാധാനപരമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഉള്ള എനർജിയിൽ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നിങ്ങളുടെ ആ ഒരു ആത്മാവിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുക. അതായത് ശ്വാസത്തേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, ശ്വാസം ആ ഒരു യോഗയിലൊക്കെയുള്ള ചില പ്രാക്ടീസുകൾ, പ്രാണായാമമൊക്കെ എടുത്തൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് സമയം അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് അശുദ്ധമാകുന്ന ആ ഒരു അശുദ്ധമായി പ്രവേശിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ എടുത്ത് കളയാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളിൽ റിയൂണിയൻ സാധ്യമാകും. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസും യോഗവും ഡിവൈൻ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കുണ്ട്. ഏത് ടൈമിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു റീയൂണിയനുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ അവരെ സംബന്ധിച്ച് കുറച്ച് ഈഗോ ഉണ്ട്, ഒരു സെൽഫിഷ് എനർജി ഉണ്ട്. ആ ഒരു സെൽഫിഷ് എനർജിയുടെ ഏറ്റവും പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ സമയത്തിൻ്റേതാണ് കേട്ടോ. വളരെയധികം ഔദാര്യ മനസ്ഥിതിയും സ്നേഹവും അതുപോലെ സപ്പോർട്ടിങ് ഒക്കെ ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചൊരു ദാനധർമ്മമൊക്കെ ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനോടും ഒരു ഒരു കരുണയുള്ള പേഴ്സണായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു ശത്രുഭാവത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാരുണ്യമുള്ള വ്യക്തി പോലും ഒരു നെഗറ്റീവ് ഭാവത്തിൽ വന്ന് നിൽക്കണമെങ്കിൽ അത്രത്തോളം മോശമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. എസോസോഴ്സിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെക്കുറിച്ച് 24 അവേഴ്സും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകളൂടെയുണ്ട്. അതായത് വരും വരായികകളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മറിച്ചും തിരിച്ചും അവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കുമ്പം ഇപ്പോൾ അവർക്ക് ബൗണ്ടറി ഇടുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിൽ നിന്നും ഫേസ് ടു ഫേസ് വരാതെ മാറി നിൽക്കുന്നത് തന്നെയാണ് വളരെ നല്ലതെന്നുള്ളൊരു തോന്നലുണ്ട്. ശരിക്കും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ചിന്തകൾ
ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിനെ അവർ നിയന്ത്രിച്ച് അവരുടെ ചിന്തകളെ അവർ ഫോക്കസ് ചെയ്യുകയാണ്. ചിന്തകളിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഇതിനു മുൻപ് നിങ്ങൾക്കിടയിൽ സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള ചില ഇൻസിഡൻറ്റ് അവരെ വല്ലാതെ പിടിച്ച് നിർത്തുന്നതായിട്ടാണ്. അതായത് ഒരു റീയൂണിയനിലേക്ക് എത്തിച്ചേരാൻ ഒരു തടസ്സം വരുത്തുന്നുണ്ട്. ഒരു ദേഷ്യവും വാശിയും അതുപോലെ തന്നെ നിങ്ങളുടെ അഹങ്കാരമാകുന്ന പാവമെന്നുള്ളൊരു ചിന്ത നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം നിങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ സംഭവിച്ചതോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇമോഷണൽ ഒരു ബാലൻസ് വരാതെ ആ ടൈമിൽ സംഭവിച്ചു പോയ ചില വാക്കുകളൊക്കെ ആയിരിക്കാം ഇതിനകത്ത് വളരെ ശക്തമായിട്ട് അവർക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നത്. അതിങ്ങനെ അവരിൽ കണക്റ്റഡ് ആവുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങൾ. അത് ചില ഇൻസിഡൻ്റാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഒരുപക്ഷെ അപ്പോഴത്തെ ആ ഒരു വികാരത്തെ കൺട്രോൾ ചെയ്ത് എടുത്ത് ചാടി പ്രവർത്തിച്ചതും പറഞ്ഞതുമൊക്കെ ആവാം. പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ ആക്ഷൻ എടുക്കണമെന്ന് തോന്നിയാലും വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പൊസസീവ്നെസ് ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടതായി എന്ന് തോന്നിയത് കൊണ്ടുമാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പലവട്ടം അവരെ ഫോക്കസ് ചെയ്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തതൊക്കെ അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ അവർക്കൊരു വല്ലാത്തൊരു അനുകമ്പ അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുണ അല്ലെങ്കിൽ അത്രയും ടോർച്ചറിങ് ചെയ്യണ്ടായിരുന്നു, അത്രയും ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു ചെല്ലുന്നുണ്ട് കേട്ടോ. വേറെ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് വേണ്ട, അതൊന്നും സാധ്യമല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനെല്ലാം അവർ റിജക്റ്റ് ചെയ്യുന്ന എനർജിയാണ് കേട്ടോ. അവരിലേക്ക് ചെല്ലുന്ന ഏത് സാഹചര്യങ്ങളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എപ്പോഴേക്കോ നിങ്ങളോട് തോന്നിയ ആ ഒരു സ്നേഹം, ഇമോഷൻസ് അതവർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വരണം അവർക്കിനി, ഒരു നല്ല ഒരു തിരിച്ചറിവ്. അതായത് നിങ്ങളുടെ വശത്ത് നിന്ന് നിങ്ങളുടെ വശത്ത് നിന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയം അവർക്ക് വരണം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് വരുന്ന അനുസരിച്ച് അവർ ശരിക്കും മാറുക തന്നെ ചെയ്യും കേട്ടോ. ശരിക്കും നിങ്ങൾ പ്രഷ്യസ് ആണ്. നിങ്ങൾ ചേരേണ്ട രണ്ട് വ്യക്തികളാണ്. വളരെ അറ്റാച്ച്മെൻ്റായ അല്ലെങ്കിൽ വളരെ മാച്ചിങ് ഉള്ള ഒരു സോൾ കണക്ഷൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ. ഒരു ഹാപ്പി ഫാമിലി എനർജിയും ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും റീയൂണിയൻ മീൻസ് ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്കാണ് എത്തുന്നത്. സമ്പൂർണ്ണമാകുന്ന പൂർണ്ണതയോടുകൂടിയ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ഇപ്പം ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഡെത്തായി നിൽക്കുന്നതായിരിക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ നിങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാലും അറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. ഡെത്ത് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ല. അതിപ്പോൾ ഒരു ക്ലാവ് പിടിച്ച ഒരു പാത്രത്തെ പോലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ കറൻ്റ്ലി നിൽക്കുന്നത്. അതായത് ആ ഒരു ബന്ധം ഡെത്തായി. നിങ്ങൾക്ക് മറ്റൊരിടത്തേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊന്നിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലാത്തൊരവസ്ഥ, ഒരു ഡെത്ത് എനർജിയാണ് നിങ്ങളുടെ റിലേഷനിൽ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ടിയുടെ പ്രസൻസ്, മറ്റു വ്യക്തികളുടെ കൈകടത്തൽ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരുത്തിയതും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതും കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു റീബർത്ത് ഉണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ഉണ്ട്. ആ ഒരു റീബർത്ത് എനർജിയിലേക്ക് എത്തുക എന്നത് തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിന് എന്തെങ്കിലും സംഭവിക്കണം കേട്ടോ. നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകണമെങ്കിൽ തേർഡ് പാർട്ടി പ്രസൻസ് അവസാനിക്കണം. തേർഡ് പാർട്ടിയായിട്ട് മറ്റൊരു എനർജിയും കൂടി ഇതിനകത്ത് കണക്റ്റഡ് ആണ്. ഒരു പക്ഷേ അവർ ഇപ്പം ഇമോഷണലി ഒന്നിനെയും സ്വീകരിക്കാതെ ഒരു റിജക്ഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ അവരിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേർഡ് പാർട്ടിയുടെ എനർജി ആവാം. കാരണം ഇവിടെ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് വന്നതുകൊണ്ട് തേർഡ് പാർട്ടി പ്രസൻസ് വളരെയധികം സെലിബ്രേറ്റ് ചെയ്യാൻ, വളരെയധികം കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ആഴത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനർജി ആവാം, അതല്ലെങ്കിൽ മറ്റൊരു സ്നേഹബന്ധമാവാം. തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വിരക്തിയുണ്ട്.
നമുക്കിവിടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് പോലെ തന്നെ തേർഡ് പാർട്ടി എനർജിയിൽ ഒരു വിരക്തി, ഒരു ഭയമുണ്ട്, ഒരു ട്രാപ്പ് എനർജിയുടെ ഫീലിങ്സ് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ടും വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരാൻ സാധിക്കും. തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ തേർഡ് സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ചാൽ ഇവിടെ ഫാമിലി എനർജി ആയിട്ടുള്ളവരെ സംബന്ധിച്ച്, ഫാമിലിയുടെ ആ ഒരു പ്രസൻസിൽ, ചിൽഡ്രൻസിൻ്റെ പ്രസൻസുള്ള എനർജികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരുമിച്ച് ഒരു ട്രാവലിംഗ് എനർജി ഉണ്ട്, ഓവർകം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇത് ഫാമിലി എനർജീനെ ബേസ് ചെയ്തുള്ളവരുടെ സിറ്റുവേഷൻസിൽ, ചിൽഡ്രൻസൊക്കെ കണക്ട് ചെയ്ത് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ വന്ന് കാണാനുള്ള, ഒരു പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, വിദേശത്ത് മറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് അവർ പോയ വ്യക്തികളാണ്, വിദേശത്തേക്ക് അവർ കണക്ട് ചെയ്ത് പോയതാണ് എങ്കിൽ 100% നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ട്രാവലിംഗ് പ്രസൻസ് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ബ്ലോക്കിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്, ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരിടയിൽ ബൗണ്ടറി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസൊക്കെ അവസാനിക്കും കേട്ടോ. കാരണം അവർക്ക് നല്ലൊരു കുറ്റബോധമുണ്ട്, അവർ മനസ്സുകൊണ്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതായത് അവരെ കർമ്മ ബേസ് പോലെ അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ വലിയൊരു വാശിയോടുകൂടി, ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലൊക്കെ നിന്നെയാണ്, വളരെ പവർഫുള്ളായിട്ടൊക്കെ പ്രതിരോധിച്ച് നിന്ന്, അല്ലെങ്കിൽ വലിയ ശക്തനാണ്, എനിക്കിനി ഞാനൊന്നും നോക്കില്ല, എനിക്ക് ആരുടെ ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികളുടെ മനസ്സ് പതറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ചെറിയ രീതിയിൽ കർമ്മയെ ഭയപ്പെടുക, അല്ലെങ്കിൽ കർമ്മ ബേസിൽ അവർ ചില കാര്യങ്ങൾ നേരിടേണ്ടി വരിക, അത് അവർക്കൊരു തിരിച്ചറിവിലേക്ക് വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തികളെ സംബന്ധിച്ച്, നിങ്ങളെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. നല്ലൊരു സെലിബ്രേഷൻ നിങ്ങൾക്കുണ്ട്, ഒത്തുചേരുക, സന്തോഷിക്കുക, മറ്റെല്ലാവരോടും ചേർന്ന് ഹാപ്പി മൂമെൻറ്റ്സിലൂടെ കടന്നു പോകുക എന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ മജീഷ്യൻ എനർജിയാണ് കേട്ടോ, ഒരു മാജിക്ക് സംഭവിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പോലും അറിയാതൊരു മാജിക്കൽ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ശക്തമാകുന്നതും തീവ്രമാകുന്നതുമായ ഒരു റീയൂണിയൻ പ്രസൻസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്കുണ്ട്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക്, അതല്ലെങ്കിൽ നല്ലൊരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് മുൻകൂട്ടി കാര്യങ്ങളെ അറിയാൻ പറ്റുന്നവർക്കൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതായത് എൻഡായി എന്ന് ചിന്തിച്ച സ്ഥലത്തുനിന്ന് റീബർത്ത്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റീയൂണിയൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് അത് ഫലപ്രദമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളിലേക്ക് അത് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അത് പ്രപഞ്ചം കണക്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു തുടങ്ങി. അതുപോലെ നിങ്ങൾക്കിടെ തെടൈ ചക്രയൊക്കെ നല്ല വർക്കിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും കേട്ടോ. അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കൊരു കുറ്റബോധമുണ്ട്. ഒരു നിങ്ങളുടെ ഫേസ് ടു ഫേസ് വരാൻ മടിയുണ്ട് അവർക്ക്. കാരണം അവർ സ്ട്രെസ് എനർജിയിലാണ്. അവർ ചെയ്ത പ്രവൃത്തികൾ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ചുറ്റും പ്രതിസന്ധികളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ചെറിയൊരു സപ്പോർട്ടിങ് അവർക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചെറിയൊരു ഓപ്പർച്യൂണിറ്റി, ചെറിയൊരു സിറ്റുവേഷൻ നിങ്ങളും അവരെയും കണക്ട് ചെയ്ത് ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷേ കൂടുതലും ശത്രുഭാവമാണ് കേട്ടോ. നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കാനുള്ള ആളുകളുടെ എനർജി ഉണ്ട്. ഫാദർ എനർജിയുടെയൊക്കെ പ്രസൻസ് വളരെ ശക്തമായിട്ടും എതിർത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണേലും അവർക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങളിപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല.
ഗാർഡിയൻ എനർജി, ഫാദർ എനർജിയുടെ ശക്തമാകുന്ന അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന വ്യക്തികളുടെ ശക്തമാകുന്ന ഒരു പ്രതിരോധത്തിനകത്ത് ബ്ലോക്കേജ് ആയിട്ട് നിൽപ്പുണ്ട്. അത് അവരെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവിടെയാണ് അവർക്കൊരു ഇൻഡിസിഷൻ എനർജി, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജി കാണുന്നത്. മദർ എനർജിയുടെ പ്രസൻസും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കെതിരെ അവരുമായിട്ട് നിങ്ങളും അവരും തമ്മിലുള്ള റീയൂണിയനിൽ തടസ്സമുണ്ട് കേട്ടോ. ഫാദർ മദർ റിലീജിയൻ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുടെയും സിറ്റുവേഷൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു മാരേജിലേക്ക് എത്തേണ്ട ഒരു കാര്യത്തിന് ഈ രണ്ട് വ്യക്തികളുടെ പ്രസൻസ് ശക്തമായി ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട്. കൂടാതെ തന്നെ അവർ വളരെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്തൊരു സമയം കാണിക്കുന്നു നിങ്ങളുടെ റിലേഷനിൽ കേട്ടോ. അതിന് ബ്ലോക്ക് വന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് റിലീജിയൻ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരും ഉണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്ന് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വ്യക്തികൾക്ക് റിലീജിയൻ പ്രോബ്ലംസ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും പ്രഷ്യസായ ഒരു വാർത്ത, ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്കുണ്ടാകും. വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ടിരിക്കുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനകത്തുള്ള ട്രോമാസുകളെ, നെഗറ്റീവുകളെ, ശത്രുത തോന്നുന്നു, നമുക്ക് ആരോടെങ്കിലും ഇഷ്ടക്കേടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെപ്പോഴും പിരിമുറുക്കം സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ പാതയിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട വിജയം ഏത് രീതിയിലൂടെയാണ്, നിങ്ങളുടെ ഒരു സ്വപ്ന ലോകത്തിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫർമേഷൻസ് എഴുതാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും എഴുതി സൂക്ഷിക്കുക. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുക. റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത് കത്തിച്ച് കളയുക. നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്ത് ദൂരെ കളയുന്ന ഒരു ബാധയാണ് റൈറ്റ് ഹീലിംഗ്. ഇത് തിരിച്ച് നമ്മളിലേക്ക് വരാതെ ഭസ്മമാക്കി കളയുക എന്നതാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ എനർജി ഇവിടെ ഉണ്ടാവാൻ നമുക്ക് ചെയ്യേണ്ട റെമഡീസ്, അഫർമേഷൻസ് എഴുതുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു പേഴ്സണോടൊത്തുള്ളൊരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾ ആഴത്തിൽ, ഹൃദയത്തിൽ തട്ടി, നിങ്ങളുടെ സോളിൽ കണക്റ്റ് ചെയ്ത് വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് പ്രയോജനം കിട്ടത്തുള്ളൂ കേട്ടോ. ചുമ്മാ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇവർ പറയുന്ന കേട്ട് ചെയ്തിട്ടൊന്നും ഒരു ഫലമില്ല എന്ന് ചിന്തിക്കുന്നവർ ദയവ് ചെയ്ത് ഒന്നും ചെയ്യണ്ട. നിങ്ങളിപ്പോൾ പോണ പോലെ അങ്ങ് പൊയ്ക്കോളുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ഒരാൾ പറയുന്നത്, അതൊരു എന്താ പറയുക, ഒരു നമ്മൾ ഈ പ്രായം കുറഞ്ഞ വ്യക്തിയാണേലും കൂടിയ വ്യക്തിയാണേലും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് ഗുരുമുഖത്ത് നിന്ന് വാങ്ങും പോലെ തന്നെ വാങ്ങി അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ 100% നിങ്ങളിൽ മാറ്റം വരും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ റീയൂണിയന് ലഭിക്കുന്ന ഒരു റെമഡീസ് കേട്ടോ.